ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ. സിമ്പിൾ റെസിപ്പീസ് ആണല്ലോ നമ്മുടെ മെയിൻ. അപ്പം പിന്നെ ആദ്യം തന്നെ പാസ്തയ്ക്കുള്ളത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തണുത്ത പച്ചവെള്ളത്തിലോ മറ്റ് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്, അത് ഇത്തിരി ബട്ടർ ഇടുക, എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ഒരു ഒരു അര ഗ്ലാസ് പാലിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ഞാൻ മൈദയോട് ചേർത്ത് മിക്സ് ചെയ്ത ആ ഒരു മിക്സോടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ പരുവാകുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ചില്ലി ഫ്ലേക്സും വേണമെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്തയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്ലൈസ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഒറിഗാനോട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു ഇമ്മിണി ബട്ടറോട് കിടന്നോട്ടെ. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫോ പ്രോൺസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മാത്രമാണ് ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. കുട്ടികളെ ഇതൊക്കെ കൊടുത്ത് വൈകുന്നേരം നമുക്ക് പറ്റിക്കാനും പറ്റും. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.